നമസ്കാരം. കല്യാണങ്ങളുടെ എണ്ണത്തിൽ ഗുരുവായൂർ ക്ഷേത്രം റെക്കോർഡിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ക്ഷേത്രം. 2024 സെപ്റ്റംബർ മാസത്തെ ഭണ്ഡാരം എണ്ണൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായപ്പോൾ വരുമാനം 5.8 കോടി കവിഞ്ഞു. 5,80,81,109 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ച തുക. സ്വർണവും വെള്ളിയും വേറെ ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 29 നിരോധിത നോട്ടുകളും നിരോധിച്ച 1000 രൂപയുടെ 13 നോട്ടുകളും 500ന്റെ 114 കറൻസിയും ലഭിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കാണ് എണ്ണാനുള്ള ചുമതലയുള്ളത്. കിഴക്കേ നട ഈ ഭണ്ഡാരത്തിൽ നിന്ന് 5.39 ലക്ഷം രൂപയും പടിഞ്ഞാറേ നടയിലെ ഈ ഭണ്ഡാരത്തിൽ നിന്ന് 34,146 രൂപയും ലഭിച്ചു. ഇതിനൊപ്പം 2 കിലോ 626 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 17 കിലോ 700 ഗ്രാം വെള്ളിയും ലഭിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനിക്കാൻ ദിവസങ്ങൾ ഇനിയും അവശേഷിക്കുന്നതിനാൽ മാസവരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ മാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് നടന്നത്. സെപ്റ്റംബർ 8-ന് ഗുരുവായൂരിൽ 360-ലേറെ വിവാഹങ്ങൾ നടന്നു. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച കല്യാണങ്ങൾ ഏറെ വൈകിയാണ് അവസാനിച്ചത്. തിരക്കും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാണ് ഇത്രയും വിവാഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ നടത്തിയത് എന്നതും പ്രത്യേകം ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഉത്രാടം, തിരുവോണം ദിനങ്ങളിലെ കണക്കുകൾ ഉൾപ്പെടെ വരാനിരിക്കെ മാസവരുമാനം പുതിയ റെക്കോർഡ് തുകയിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. തിരുവോണ ദിവസത്തിൽ ഭഗവാനെ ദർശിക്കാൻ 10,000-ങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവോണ ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ച, ശ്രീബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു. പുലർച്ചെ 4:30 ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപൂജ വരെ ഭക്തജനങ്ങൾ ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നത് തുടർന്നു. ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 1 മണിക്കൂർ നീട്ടി നൽകി ദർശന സമയം ക്രമീകരിച്ചിരുന്നു. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദമൂട്ട് രാവിലെ 9 മുതൽ നടന്നു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പ്രസാദം ഊട്ട് തുടർന്നത്. കാളൻ, ഓലൻ, പപ്പടം, പഴക്കൂട്ടുകറി, പഴം പ്രഥമൻ, മോര്, കായ വറുത്തത്, അച്ചാർ, പുളിയിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഊട്ട് നടന്ന അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലും ഒരുക്കിയിരുന്നു. രാവിലെ നടന്ന കാഴ്ച ശ്രീബലിയിൽ രാജശേഖരൻ, ചെന്താമരാക്ഷൻ, ബൽറാം, ഉച്ചതിരിഞ്ഞുള്ള ശ്രീബലിക്ക് ഇന്ദ്രസൻ, വിനായകൻ, പീതാംബരൻ, രാത്രി ശ്രീബലിക്ക് വിഷ്ണു, വിനായകൻ, പീതാംബരൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ തിടമ്പേറ്റി. രാവിലെ കോട്ടപ്പടി സന്തോഷ് മാരാരും ഉച്ചകഴിഞ്ഞുള്ള ശ്രീബലിക്ക് ഗുരുവായൂർ ശശി മാരാരുമാണ് മേളപ്രമാണം വഹിച്ചത്. ഇത്തവണ ഓണാഘോഷങ്ങൾക്ക് 22 ലക്ഷം രൂപയുടെ അനുമതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രനട കഴിഞ്ഞ ഞായറാഴ്ചയാണ് കല്യാണക്കാരുടെ പിടിയിലമർന്നത്. മൊത്തം 360 വിവാഹങ്ങൾ നടന്നു. പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു കല്യാണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം കല്യാണങ്ങൾ നടക്കുന്നത് ആദ്യം. 354 ഷീട്ടാക്കിയിരുന്നു. പുലർച്ചെ 4 മുതലാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. സാധാരണ രാവിലെ 5 മുതലാണ് കല്യാണങ്ങൾ ആരംഭിക്കാറ്. എണ്ണം കൂടിയതിനാലാണ് പുലർച്ചെ 4 മുതലാക്കിയത്. 6 മണ്ഡപങ്ങളിലായിട്ടാണ് താലികെട്ട് നടന്നത്. നിലവിൽ 4 മണ്ഡപങ്ങളാണ് ഉള്ളതെങ്കിലും തിരക്ക് കാരണം 6 എണ്ണമാക്കി. കല്യാണ സംഘങ്ങളെ ആദ്യം തെക്കേ നടയിലെ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ടോക്കൺ നൽകി. വധൂവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേരെ ഊഴമനുസരിച്ച് മണ്ഡപങ്ങളിലേക്ക് വിട്ടു. താലികെട്ടിന് 5 മിനിറ്റായിരുന്നു സമയം. ഒരേ സമയം 6 മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ നടന്നു. താലികെട്ട് കഴിഞ്ഞ് വധൂവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ 1 മിനിറ്റ് തൊഴാനുള്ള അവസരവും നൽകി. ആദ്യത്തെ 1 മണിക്കൂറിൽ 48 കല്യാണങ്ങളാണ് നടന്നത്. രാവിലെ 8 മണിക്കുള്ളിൽ 185 എണ്ണം കഴിഞ്ഞു. രാവിലെ 8:15 മുതൽ 9 മണി വരെ പന്തീരടി പൂജയ്ക്കും 11:30 മുതൽ 12:30 വരെ ഉച്ചപൂജയ്ക്കും നിവേദ്യത്തിനും നട അടച്ച ശേഷം കല്യാണങ്ങൾ ഉണ്ടായില്ല. എന്നാൽ 11 മണി ആകുമ്പോഴേക്കും 320 കല്യാണങ്ങൾ നടന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വവും പോലീസും ചേർന്നുള്ള കൃത്യമായ മുന്നൊരുക്കവും ആസൂത്രണവും കാരണമാണ് ഇത്രയും കല്യാണങ്ങൾ സുഗമമായി നടത്താനായത് എന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഗുരുവായൂർ ACP TP മനോജ് എന്നിവർ മുഴുവൻ സമയവും ക്ഷേത്രനടയിൽ മേൽനോട്ടത്തിനായി ഉണ്ടായിരുന്നു. 100-ലധികം പോലീസുകാർ, ദേവസ്വത്തിൻ്റെ 50 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ദേവസ്വം ജീവനക്കാർ എന്നിവരും യോജിച്ച് പ്രവർത്തിച്ചു. കൂടാതെ ക്രമീകരണങ്ങൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ സജീവ ഇടപെടലുമുണ്ടായി. വിവാഹ രജിസ്ട്രേഷന് പ്രത്യേകമായി സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിന് തിരക്ക് നന്നേ കുറവായിരുന്നു 8-ാം തീയതി ഞായറാഴ്ച.